Good afternoon, all. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, Miss. Good afternoon. ന്യൂസ് എടുത്ത് നോക്കിയോ എല്ലാവരും? ന്യൂസ് എടുത്തത് നോക്കിയോ? വെച്ചി നോക്കിയില്ല? ക്ലിയർ ആണോ? മിസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മ ഫസ്റ്റ് പോയിന്റ് വരില്ലേ? 5 റീസണിലും ഫസ്റ്റത്തെ റീസൺ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ? ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ് അല്ലേ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നതിനുള്ള 5 കാരണങ്ങള് അല്ലേ? രണ്ടാമത്തെ വരുന്നത് എന്താണ്? ടു നോ ദ പെർഫോമൻസ് ഓഫ് ദി ഹോസ്പിറ്റൽ സ്റ്റാഫ് അല്ലെ? നമുക്ക് എന്തറിയണം? ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ പെർഫോമൻസിനെ കുറിച്ച് അറിയണ്ടേ? അവര് നല്ല കൃത്യതയോട് കൂടി അല്ലെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് നിറവേറ്റുന്നുണ്ടോ അല്ലെ? എന്താണ്? ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ടോ അല്ലെ? ആണോ? അറിയണോ ഇതൊക്കെ? സ്റ്റാഫിന്റെ പെർഫോമൻസ്, അവര് കറക്റ്റ് രീതിയിൽ പേഷ്യൻസിന് വേണ്ട കെയേഴ്സ് അല്ലെ, പരിചരണങ്ങള്, ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ? ഹോസ്പിറ്റലുകാർക്ക് അറിയണ്ടേ? ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് അറിയണോ? അപ്പൊ രണ്ടാമത്തെ റീസൺ വരുന്നത് എന്താണ്? ടു നോ ദ പെർഫോമൻസ് ഓഫ് ദി ഹോസ്പിറ്റൽ സ്റ്റാഫ് അല്ലെ? ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ പെർഫോമൻസ്, പ്രകടനത്തെ കുറിച്ച് അറിയാൻ വേണ്ടി. ഇപ്പൊ നമ്മ അവിടെ വരുന്ന പേഷ്യൻസിനെ അവിടുത്തെ ഏതെങ്കിലും റിസപ്ഷനിലെ സ്റ്റാഫുകളിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് കെയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാഫുകളിൽ നിന്ന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പേഷ്യന്റിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുന്ന സമയത്ത് അവർ പറയാറുണ്ടോ? റിപ്പോർട്ട് ചെയ്യല്ലേ? റിപ്പോർട്ട് ചെയ്യാറില്ലേ? അപ്പൊ ഇതിന് ഈ പേഷ്യൻസ് ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ പെർഫോമൻസിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഓക്കെ, ഇറ്റ്സ് നെസസറി ടു കീപ് എ പൾസ് ഓൺ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. എന്താണ്? ഒരു റെഗുലർ ഇന്റർവെല്ലില് നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ പ്രവർത്തനത്തെ കുറിച്ച് വിലയിരുത്തണം അല്ലെ? അവരുടെ പ്രകടനത്തെ കുറിച്ച് അല്ലെ? എന്താണ്? അവര് കറക്റ്റ് രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങള് വിലയിരുത്തുക. ഹാപ്പി സ്റ്റാഫ് വിൽ ഗിവ് ബെറ്റർ പേഷ്യൻസ് കെയർ. എങ്ങനെയാണ്? നമുക്ക് നല്ലൊരു സന്തോഷമുള്ള മനസ്സുണ്ടായാലല്ലേ നമുക്ക് കറക്റ്റ് രീതിയിൽ നമ്മുടെ ഡ്യൂട്ടീസ് നിറവേറ്റുള്ളൂ, കാര്യങ്ങൾ ചെയ്യുള്ളൂ. ആണോ? ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വിഷമങ്ങളോ സങ്കടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് രീതിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? മിസ്സിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ ഹോസ്പിറ്റലിലെ സൗകര്യങ്ങളില്, ഫെസിലിറ്റീസില് അപ്പൊ എന്താണ്? ആ സ്റ്റാഫുകള് ഹാപ്പി ആണെങ്കിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ബെറ്റർ പേഷ്യന്റ് കെയർ ആയിരിക്കും അല്ലെ? പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സന്തോഷമുള്ള സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ബെറ്റർ ആയിട്ടുള്ള പേഷ്യന്റ് കെയേഴ്സ് നൽകുന്നു. കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഈ പേഷ്യന്റ്
സ്റ്റാഫുകളുടെ സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ മിസ് പറഞ്ഞുതരാട്ടോ. ഇതില് പറയാ ഹാപ്പി സ്റ്റാഫ്, നല്ല സന്തോഷമുള്ള സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലുള്ള പേഷ്യന്റ് കെയർ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഇഫ് പേഷ്യൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദെയർ visit, there is a possibility that patients will choose for service from another provider. നമ്മുടെ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസിൽ അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ബിഹേവിയറില് അല്ലെങ്കിൽ അവിടുത്തെ പരിചരണങ്ങളില് നമ്മൾ തൃപ്തരല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകൂല്ലേ, അനദർ പ്രൊവൈഡർ, വേറൊരു ഹോസ്പിറ്റലിനെ ചൂസ് ചെയ്യോ. അപ്പൊ എന്താ നോക്കിയേ, പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവരുടെ വിസിറ്റിൽ അവര് ഹോസ്പിറ്റലിൽ സന്ദർശിക്കുന്ന സമയത്ത് അവിടുത്തെ പ്രവർത്തനങ്ങളില് രോഗികളെ സംതൃപ്തരായില്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു സർവീസ്, വേറൊരു ഓർഗനൈസേഷൻ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അവര് തിരഞ്ഞെടുക്കുന്നു. Therefore, it's necessary to listen to the patients, which will make them feel strengthened. എന്താണ്, ഒരു രോഗി ഒരു ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ രോഗി കേൾക്കാൻ സന്നദ്ധരായിരിക്കണം അല്ലെ. ആ ഡോക്ടർ അവർക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും അല്ലെ, അവരുടെ അസുഖത്തെ കുറിച്ച്, അവരുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ച് അല്ലെ വരുന്ന സമയത്ത്. അപ്പൊ എന്ത് ചെയ്യണം, ഡോക്ടർ ആയാലും നഴ്സുമാരായാലും അല്ലെ ആ രോഗിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണ്ടേ. അപ്പൊ എന്ത് ചെയ്യാ, therefore it's necessary to listen to the patient. എന്താണ്, പേഷ്യൻസിനെ കേൾക്കാം അല്ലെ, ലിസൺ ചെയ്യാ, which will make them feel strength. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യൻസിനെ സ്ട്രെങ്ത് ആക്കുന്നുണ്ട് അല്ലെ, അവർക്ക് അവരുടെ ഫെസിലിറ്റി ഹോസ്പിറ്റലിലെ ഫെസിലിറ്റിയിലെ സാറ്റിസ്ഫൈഡ് ആക്കാനുള്ള കാര്യങ്ങള് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാതെ വെറുതെ കുറെ മെഡിസിനുകൾ എഴുതി തന്നാല് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവോ? നമ്മുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാല് നമ്മൾ സാറ്റിസ്ഫൈഡ് ആകോ? ഇല്ല അല്ലെ. പക്ഷെ നമ്മ പറയുന്ന കാര്യങ്ങള് വളരെ ശ്രദ്ധയോടുകൂടി വളരെ ക്ഷമയോടുകൂടി കേട്ട് നമുക്ക് വേണ്ട അഡ്വൈസുകള് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലൊക്കെ പറഞ്ഞു തന്നാല് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും അല്ലേ. ആ ഡോക്ടർ കാണുമ്പോ തന്നെ നമ്മുടെ പകുതി അസുഖങ്ങൾ മാറുന്നു പറയും അല്ലെ. ആണോ? അങ്ങനെയൊക്കെ പറയാറുണ്ടോ? പിന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ ആ ഡോക്ടറെ സജസ്റ്റ് ചെയ്യല്ലേ, റെഫർ ചെയ്യല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, പേഷ്യൻസിനെ കേൾക്കുക, അത് അവരുടെ ആ ഒരു ഫീൽ, അവർക്ക് അന്ന് അനുഭവപ്പെടുന്ന കാര്യങ്ങള് സ്ട്രെങ്തൻ ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ്, what can the hospital do to improve staff performance? ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഓഫീസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം സംബന്ധിച്ച് അവിടുത്തെ സ്റ്റാഫുകളുടെ പെർഫോമൻസ് കൂട്ടാനായിട്ട് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? ഹോസ്പിറ്റൽ ഒരു ഓർഗനൈസേഷൻ ഒരു ഓഫീസ് ആണെങ്കിലും അവിടുത്തെ സ്റ്റാഫുകളുടെ പെർഫോമൻസ് പ്രൊമോഷൻ കൊടുക്കുക അല്ലെ, റിവാർഡ് കൊടുക്കാം, പ്രൊമോഷൻ കൊടുക്കാം. പിന്നെ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെ, ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് മോട്ടിവേഷൻ കൊടുക്കുക അല്ലെ. അവർക്ക് ചിലപ്പോ എന്തെങ്കിലും പിശകുകൾ വരാം അല്ലെ, ചില പോരായ്മകൾ വരാം. അപ്പൊ അവർക്ക് അതിന് വേണ്ട പ്രചോദനങ്ങൾ മോട്ടിവേഷൻസ് കൊടുക്കാം. പിന്നെ എന്താണ്, നോക്കിയേ, ഓരോ സ്റ്റാഫുകളും അവർക്ക് അവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കണോ. എന്നാലല്ലേ അവർക്ക് അതിനനുസരിച്ച് കറക്റ്റ് ജോബുകൾ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. ഓരോ പൊസിഷനിലുള്ളവർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളായിരിക്കും അല്ലേ, ആണോ? ഓരോ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും. അപ്പൊ അവര് ആ റെസ്പോൺസിബിലിറ്റീസിന്റെ ഉള്ളിലിരുന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് അവർക്ക് തന്നെ ഒരു ധാരണ വേണ്ടി, ഒരു ഐഡിയ വേണം അല്ലെ. അപ്പൊ നോക്കിയേ, അപ്പൊ അതിനെ കുറിച്ച് ഉറപ്പുവരുത്തുക. അപ്പൊ നോക്കിയേ, ജനറേറ്റ് എ വർക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റാഫ്. നിങ്ങൾ പറഞ്ഞത് തന്നെ എന്താണ്, സ്റ്റാഫുകൾക്ക്
വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെ വർക്കബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഹോസ്പിറ്റലിൽ ക്രിയേറ്റ് ചെയ്യുക, സൃഷ്ടിക്കുക. അപ്പൊ അവർക്ക് അവരുടെ ഇതിൽ ഇരുന്നു കൊണ്ട് തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കില്ലേ? 100% കാര്യക്ഷമതയോടുകൂടി അവർക്ക് ചെയ്യാൻ സാധിക്കുമോ? നെക്സ്റ്റ്, ensure hospital staff understand their responsibilities അല്ലെ? ഹോസ്പിറ്റലിലെ സ്റ്റാഫുകള് അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അല്ലെ? ഇപ്പൊ നമ്മ പറഞ്ഞു റിസപ്ഷനിൽ തുടങ്ങിക്കഴിഞ്ഞാല് റിസപ്ഷനിലെ സ്റ്റാഫുകൾക്ക് പ്രത്യേക ഉത്തരവാദിത്തങ്ങളായിരിക്കും അല്ലെ? രജിസ്ട്രേഷൻ ചെയ്യുക അല്ലെ, അഡ്മിഷൻ ഓപ്പൺ ചെയ്യുക അല്ലെ? പിന്നെ ഡോക്ടേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് വേറെയാണ് അല്ലെ? അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വേറെയാണ്, ബില്ലിംഗ് സെക്ഷനിൽ വേറെയാണ് അല്ലെ? അപ്പൊ ഓരോരുത്തരും അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഓരോരുത്തരും ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, കണ്ടക്ട് ഹോസ്പിറ്റൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ. എന്താണ്? നമ്മ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ എടുക്കുന്നു പറഞ്ഞു അല്ലെ? അതല്ലേ തുടങ്ങിയത് നമ്മ പേഷ്യൻസിനെ. അതേപോലെ എന്താണ് ഹോസ്പിറ്റൽ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുക. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാലോ അവര് ആ ഒരു സ്റ്റാഫുകള് അവിടുത്തെ വേജസിൽ തൃപ്തരാണോ അല്ലെ? അവിടുത്തെ ഫെസിലിറ്റീസിൽ തൃപ്തരാണോ? അവിടുത്തെ വർക്കബിൾ എൻവയോൺമെന്റിൽ തൃപ്തരാണോ അല്ലെ? അവിടുത്തെ മാനേജ്മെന്റിൽ തൃപ്തരാണോ അല്ലെ? എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുക. നെക്സ്റ്റ്, മോട്ടിവേറ്റ് നോൺ പെർഫോമൻസ് ടു എൻഹാൻസ് ദെയർ പെർഫോമൻസ് അല്ലെ? എന്താണ്? സ്റ്റാഫുകളുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ട മോട്ടിവേഷൻസ് കൊടുക്കുക അല്ലെ? പ്രചോദനങ്ങൾ കൊടുക്കുക ആണോ? പിന്നെന്താണ്? റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ്. ഇപ്പൊ നമുക്കറിയാം മിക്ക സ്ഥലങ്ങളിലുണ്ട് അല്ലെ? ഓഫീസുകളായിക്കോട്ടെ, ഷോപ്പുകളായിക്കോട്ടെ അല്ലെ? എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഇയർ എൻഡ് ആവുമ്പോ അവിടെ ആ വർഷം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചവർക്ക് അവാർഡുകൾ കൊടുക്കാറുണ്ട് അല്ലെ? സമ്മാനങ്ങൾ കൊടുക്കാറുണ്ടോ? ഗോൾഡ് കോയിൻസ് കൊടുക്കും അല്ലെ? ഫ്രിഡ്ജ് കൊടുക്കും അല്ലെ? അങ്ങനെയുള്ള അതേപോലെ എന്താണ്? സ്റ്റാഫ് പെർഫോമൻസ്, ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച സ്റ്റാഫുകൾക്ക് റിവാർഡുകൾ അല്ലെ? എന്താണ്? സമ്മാനങ്ങൾ കൊടുക്കുക. ക്ലിയർ ആയോ? ഇതൊക്കെ എന്താണ്? സ്റ്റാഫുകളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യിക്കാൻ ഹോസ്പിറ്റലുകാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്ക് ഒരു തവണ ഒരാൾക്ക് നമ്മുടെ ഇടയിൽ തന്നെ ഒരാൾക്ക് ഒരു റിവാർഡ് കിട്ടി, ആ വർഷത്തെ ബെസ്റ്റ് പെർഫോമൻസിന് അടുത്ത വർഷം എന്തായിരിക്കും? കിട്ടിയ ആള് വിചാരിക്കും ആ വർഷം അയാൾക്ക് തന്നെ കിട്ടണം അല്ലെ? ആണോ? ആ രീതിയിൽ ആള് വർക്ക് ചെയ്യും. മറ്റുള്ളവർ എന്താണ്? തങ്ങൾക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ അവരും വർക്ക് ചെയ്യും അല്ലെ? നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ഈ വർഷം ആ അവാർഡ് എനിക്ക് കിട്ടണം അല്ലെ? അപ്പൊ അതെന്താണ്? സ്റ്റാഫുകളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യില്ലേ ചെയ്യുന്നത്? ക്ലിയർ ആയത്? 5 പോയിന്റ് ക്ലിയർ ആണോ? നെക്സ്റ്റ്, implementing performance strategies to improve staff productivity. സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത. ഇവിടെ ഉൽപാദനക്ഷമത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്റ്റാഫുകളുടെ ഉൽപാദനക്ഷമത. മിഷനറി ആണോ സ്റ്റാഫ്? അല്ല അല്ലെ? പ്രൊഡക്ടിവിറ്റി, സർവീസ് അല്ലെ? അവരുടെ സേവനങ്ങൾ, അവരുടെ പെർഫോമൻസ് അല്ലെ? അവരുടെ വർക്കുകൾ, അതാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. സ്റ്റാഫുകളുടെ വർക്ക് ഇംപ്രൂവ് ചെയ്യിക്കുന്നതിന് വേണ്ടി, വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലില് എന്തൊക്കെ തന്ത്രങ്ങളാണ്, പെർഫോമൻസ് സ്ട്രാറ്റജീസ് ആണ് നടപ്പിലാക്കാൻ സാധിക്കുന്നത്? ഫസ്റ്റ് നോക്കി, ഇംപ്രൂവ് ദ വർക്ക് എൻവയോൺമെന്റ് അല്ലെ? അവിടുത്തെ വർക്ക് എൻവയോൺമെന്റ് ഇംപ്രൂവ് ചെയ്യിക്കുക. തൊഴിലന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നത്. എങ്ങനെയായിരിക്കണം തൊഴിലന്തരീക്ഷം മെച്ചപ്പെടുത്തേണ്ടത്? അവർക്ക് വേണ്ട ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെ, വർക്കബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക അല്ലെ?
ഇപ്പൊ നമ്മള് ഒരു ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മൊരു ഒരു ഓഫീസ് ആവാം, ഹോസ്പിറ്റൽ ആവാം, ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോ നമ്മൾ നിസ്സാര എന്താണ് പിഴവുകൾ ചൂണ്ടിക്കാട്ടി എപ്പോഴും നമ്മൾ ഷൗട്ട് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ആണ്. നമ്മൾ വർക്ക് ചെയ്യുന്നതിന് നമുക്ക് കറക്റ്റ് സാലറി തരുന്നില്ല, വേജസ് തരുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ തുടരാൻ ഇഷ്ടമുണ്ടാവോ, താല്പര്യം ഉണ്ടാവോ? ഇല്ല അല്ലെ? അപ്പൊ അതൊക്കെ എന്തുണ്ട്, ഈ വർക്കബിൾ എൻവയോൺമെന്റിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അല്ലെ? ഇംപ്രൂവ് ദ വർക്ക് എൻവയോൺമെന്റിൽ വേജസ് പെടുന്നുണ്ട്, അവര് സംതൃപ്തി പെടുന്നുണ്ട് അല്ലെ, സാറ്റിസ്ഫാക്ഷൻ പെടുന്നുണ്ട്. ഉണ്ടോ? നമ്മ ഇപ്പൊ ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും എന്താണ് നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കണ്ടേ? നമ്മുടെ ഒരു കഴിവനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കണം അല്ലെ? ആണോ? അങ്ങനെയാണോ? ഫ്രീഡം വേണം അല്ലെ? അല്ലെ? അതല്ലാണ്ട് എല്ലാ കാര്യത്തിനും റെസ്ട്രിക്ഷൻസ് തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല, എങ്ങനെ ചെയ്യാൻ പാടില്ല, അതുപോലെ നമുക്ക് കറക്റ്റ് രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ എഫേർട്ട് പരമാവധി എടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? നമുക്കൊരു ടെൻഷൻ മൈൻഡോടുകൂടി ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലെ? ആ ഒരു ഏരിയയിൽ നമ്മൾ എങ്ങനെയായിരിക്കും, ഒരുപാട് ടെൻഷൻ മൈൻഡോടുകൂടി ആയിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് സ്റ്റാഫുകളെ ഫ്രീ ആകുന്ന, അവരുടെ മൈൻഡ് ഫ്രീ ആക്കുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ക്ലിയർ ആയത്? നെക്സ്റ്റ്, ട്രീറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട്. എന്താണ്? ഓരോ മെമ്പേഴ്സിനും അവരുടേതായിട്ടുള്ള ബഹുമാനം കൊടുക്കണം അല്ലെ? അങ്ങനെയല്ലേ? ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അത് ചിലയിടത്തൊക്കെ നമ്മൾ കാണാം അല്ലെ? നമുക്കറിയാം ഒരു ബിസിനസ് സ്ഥാപനം, ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ, ഒരു ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാല് അവിടെ പലതരത്തിലുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? മുകളിൽ നിന്ന് മുതൽ താഴേക്കിടയിൽ വരെ വർക്ക് ചെയ്യുന്ന ആളുകളില്ലേ? ക്ലീനിങ് സ്റ്റാഫുകൾ അല്ലെ? സെക്യൂരിറ്റി അല്ലെ? ആണോ? പിന്നെ മാനേജ്മെന്റ് ഉണ്ട് അല്ലെ? ടോപ്പ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ? ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാവർക്കും ബഹുമാനം കൊടുക്കണ്ടേ? നീ എന്റെ താഴെയാണ്, നീ എന്റെ അണ്ടറിലാണ് വരുന്നതെന്നും പറഞ്ഞ് അങ്ങനെ ഒരു വേർതിരിവ് അവരുടെ ഇടയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും അവരുടെ ഇടയിൽ തന്നെ ഒരു ബുദ്ധിമുട്ട് വരും അല്ലെ? വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലേ? വരില്ലേ? അപ്പൊ ഒരു വേർതിരിവും നമ്മുടെ സ്റ്റാഫുകളുടെ ഇടയില് ഒരു വേർതിരിവും അല്ലെ, ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാവർക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള റെസ്പെക്ട് കൊടുക്കുക, ബഹുമാനം കൊടുത്ത് പെരുമാറുക. ക്ലിയർ ആയോ? പിന്നെ എന്താണ്? പ്രൊവൈഡ് ഫീഡ്ബാക്ക് റെഗുലർലി. എന്താണ്? സ്റ്റാഫുകളുടെ ഇടയിൽ നിന്ന് റെഗുലർ ആയിട്ട് പതിവായിട്ട് ഫീഡ്ബാക്കുകൾ വാങ്ങുക. എന്തിനു വേണ്ടിയിട്ടാണ്? പോരായ്മകളൊക്കെ മനസ്സിലാക്കി അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? അവരുടെ ഫെസിലിറ്റീസ്, സ്റ്റാഫുകളുടെ കൊടുക്കുന്ന സൗകര്യങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയുന്നതിന് വേണ്ടി അവരിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. ബി എംപതിക് ആൻഡ് മോട്ടിവേറ്റ് നോൺ പെർഫോമൻസ് അല്ലെ? നല്ല പ്രകടനം കാഴ്ചവെക്കാത്ത സ്റ്റാഫുകൾക്ക് എന്താണ്? മോട്ടിവേഷൻ, പ്രചോദനവും അവർക്ക് വേണ്ട സഹാനുഭൂതിയോടുകൂടി അവരോട് പെരുമാറുക അല്ലെ? ചില സ്റ്റാഫുകൾ എന്താണ്? നമ്മൾ ചെറിയ രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത അവര് അങ്ങനെ ഉയർന്ന രീതിയിൽ അവർ പെർഫോമൻസ് കാഴ്ചവെക്കുമല്ലോ. ചിലപ്പോ അവർക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കാം അല്ലെ? അവർക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കാം. അവർക്ക് ചിലപ്പോ അവരുടെ ഒരു കോൺഫിഡൻസ് കുറവായിരിക്കാം അല്ലെ? ആ വർക്കിൽ അവരുടെ ഒരു കോൺഫിഡൻസ് കുറവായിരിക്കാം. പക്ഷെ അവർക്ക് നമ്മൾ നല്ല രീതിയിൽ ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? അവരവർക്ക് ഇംപ്രൂവ് ചെയ്യും അല്ലെ? അപ്പൊ അതിനു വേണ്ടി സ്റ്റാഫുകൾക്ക് മോട്ടിവേഷൻസും സഹാനുഭൂതിയോടുകൂടി പെരുമാറുക. നെക്സ്റ്റ്, എക്നോളജ് ആൻഡ് റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സ്റ്റാഫുകളെ അംഗീകരിക്കുക അല്ലെ? ആദ്യം അതല്ലേ ചെയ്യേണ്ടത്? അതിനുശേഷമാണ് റിവാർഡ് കൊടുക്കേണ്ടത് അല്ലെ? അപ്പൊ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന സ്റ്റാഫുകൾ അംഗീകരിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ അവർക്ക് എന്ത് പറ്റും? അവർക്ക് വിഷമുണ്ടാക്കോ? ഞാൻ ഇത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടും എന്റെ അടുത്ത് ഒരു നല്ല വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് അവരുടെ മനസ്സിൽ തോന്നില്ലേ? അതിനുശേഷമാണ് റിവാർഡ് വരുന്നത് അല്ലെ?
റിവാർഡ് കൊടുത്തില്ലെങ്കിൽ അവരോട് പറയാണ് ഈ വർഷത്തെ മികച്ച പെർഫോമൻസ് നീ ആയിരുന്നു കാഴ്ചവെച്ചത് എന്ന് പറയായിരുന്നെങ്കിൽ അവർക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് അല്ലെ, സെൽഫ് റെസ്പെക്ട് കിട്ടാണോ ചെയ്യുന്നത്? അപ്പൊ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സ്റ്റാഫുകളെ അംഗീകരിക്കുകയും അവർക്ക് വേണ്ട റിവാർഡ് പ്രൊവൈഡ് കൊടുക്കുകയും ചെയ്യുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ്, ടു നോ മിഫ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസ്. മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെ, ഹോസ്പിറ്റലില് പല രീതിയിലുള്ള പേഷ്യൻസ് വരുന്നതാണ് അല്ലെ. ആംഗ്രി പേഷ്യൻസ് വരും, നമ്മുടെ എന്താണ് മിഫാക്കുന്ന അല്ലെ, നമ്മളെ പ്രകോപിതരാക്കുന്ന സ്റ്റാഫുകളുണ്ട്, പേഷ്യൻസ് വരും അല്ലെ. നിസ്സാര കാര്യത്തിന് നമ്മളടുത്ത് തട്ടിക്കയറുന്ന അല്ലെ, അതല്ലെങ്കിൽ ഏത് നേരം നമ്മളോട് വന്ന് ഓരോന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ എന്താണ്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാഫുകളെ അങ്ങനെയുള്ള പേഷ്യൻസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടി നമ്മൾ എന്ത് നടത്തുന്നുണ്ട്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നുണ്ട്. നോക്കിയേ, എവറി ഹോസ്പിറ്റൽ മീറ്റ്സ് എ സിറ്റുവേഷൻ where they should deal with angry patients അല്ലെ. എല്ലാ ഹോസ്പിറ്റലിലും മീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷൻ ആണ് എന്ത്? ആംഗ്രി പേഷ്യൻസിനെ ഡീൽ ചെയ്യുക എന്നുള്ളത് അല്ലെ, കൈകാര്യം ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ നമുക്കാണെങ്കിലും നമ്മയാണെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോ കാണാറുണ്ട് അല്ലെ, ക്യൂ നിൽക്കണേന് അല്ലെ, ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്നതിന്. റിസപ്ഷന്റെ മുമ്പിൽ ഇത്തിരി നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ചൂടാവുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും, ഒരു ഹോസ്പിറ്റൽ എന്നില്ല, എല്ലാ ഹോസ്പിറ്റലും നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ത്? ആംഗ്രി പേഷ്യൻസിനെ, ദേഷ്യാകുലരായ പേഷ്യൻസിനെ ഡീൽ ചെയ്യുക എന്നുള്ളത്. ഇറ്റ്സ് എ ചലഞ്ചിങ് ടാസ്ക് to cope with such a patient and especially when they exhibit their frustration on hospital. എന്താണ് അവരോട് നമ്മ ഫേസ് ചെയ്യുക എന്നുള്ളത് എന്താണ്? ഒരു ചലഞ്ചിങ് ടാസ്ക് ആണ് അല്ലെ, ഒരു വെല്ലുവിളി നേരിടുന്ന ഒരു ദൗത്യമാണോ, ടാസ്ക് ആണോ ആ ഒരു ആംഗ്രി പേഷ്യൻസിനെ അല്ലെങ്കിൽ ആ ഒരു മിഫ്ഡ് പേഷ്യൻസിനെ അല്ലെ നേരിടുക എന്നുള്ളത് ഒരു ചലഞ്ചിങ് ടാസ്ക് ആണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? പല കാരണം കൊണ്ട് ഹോസ്പിറ്റലിലെ പല പ്രവർത്തനങ്ങളിൽ നിന്ന് അവർക്ക് ഫ്രസ്ട്രേഷൻസ് വരാലോ, നിരാശ വരാം അല്ലെ. റിസപ്ഷന് മുമ്പിൽ ഒരിത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നാലോ, നല്ല കെയർ കിട്ടിയില്ലെങ്കിൽ അല്ലെ, സ്റ്റാഫുകളുടെ ബിഹേവിയറിൽ അവർക്ക് എന്തെങ്കിലും പോരായ്മകൾ തോന്നിയാലൊക്കെ അവർക്ക് എന്ത് വരാം? ദേഷ്യം വരാം അല്ലെ, ആണോ? അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? and especially when they exhibit their frustration on hospital. അവരവരാ എന്താണ് ഫ്രസ്ട്രേഷൻസ്, നിരാശ ഒക്കെ എന്ത് ചെയ്യും? ആ ഹോസ്പിറ്റലിന് നേരെ ആയിരിക്കും അല്ലെ കാണിക്കുന്നത്, അവിടുത്തെ സ്റ്റാഫുകളോടല്ലേ കാണിക്കുന്നത്, എക്സിബിറ്റ് ചെയ്യല്ലേ. അപ്പൊ അവരുടെ ആ ഫ്രസ്ട്രേഷൻസ് അവർ ആ ഹോസ്പിറ്റലിനോട് പ്രദർശിപ്പിക്കുന്നു. Patients can upset because of various reasons, such as എന്താണ് പേഷ്യൻസ് പല കാരണം കൊണ്ട്, റീസൺ കൊണ്ട് എന്ത് ചെയ്യുക? അപ്സെറ്റ് ആവാം. എന്തൊക്കെ കാരണം കൊണ്ടാണ്? ഡിലേ ഇൻ അപ്പോയിന്റ്മെന്റ്സിന് നേരം എടുക്കുക, ഒരുപാട് സമയമാവുക. പിന്നെ ആബ്സെൻസ് ഓഫ് ക്വാളിറ്റി കെയർ അല്ലെ, അവർക്ക് കൊടുക്കുന്ന കെയറില് ക്വാളിറ്റിയുടെ അഭാവം വരാം. എന്താണ്? ഗുണനിലവാരത്തിന്റെ അഭാവമുണ്ട്. അവരവിടുത്തെ പരിചരണത്തിൽ അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർ ബഹളം എടുക്കുക അല്ലെ. സോറി, എന്റെ ഇടയിൽ മിസ് കുറച്ച് പറഞ്ഞില്ല കേട്ടാ. ലോങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ് എന്താണ്? പേഷ്യന്റ് ഒരുപാട് നേരം ഡോക്ടേഴ്സിന്റെ എന്താണ് റൂമിന്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ദേഷ്യം വരാം അല്ലെ, ആംഗ്രി, ദേഷ്യം വരാം. റോങ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, തെറ്റായ രീതിയിലുള്ള രോഗനിർണയവും ചികിത്സയും കൊടുക്കുമ്പോൾ അല്ലെ അവർക്ക് ദേഷ്യം വരില്ലേ? അത് ആർക്കാണെങ്കിലും ദേഷ്യം വരും അല്ലെ. തെറ്റായ രീതിയിൽ രോഗനിർണയം നടത്തുമ്പോഴും ചികിത്സ ചെയ്യുമ്പോഴും ദേഷ്യം വരും. പിന്നെ എന്താണ്? ആബ്സെൻസ് ഓഫ് ക്വാളിറ്റി കെയർ അല്ലെ, എന്താണ്? അവർക്ക് കൊടുക്കുന്ന പരിചരണത്തില്
ഗുണനിലവാരത്തിന്റെ അഭാവം വരാം ആൻഡ് ലോട്ട് മോർ. അങ്ങനെ പല പ്രശ്നം കൊണ്ട് അവർക്ക് എന്ത് വരാൻ സാധ്യതയുണ്ട്? അവര് ഹോസ്പിറ്റലിൽ അപ്സെറ്റ് ആവാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇഫ് ഹോസ്പിറ്റൽ ഡോണ്ട് അഡ്രസ് their issues, they might even face legal threats from the hospital. എന്നാണ് ആ ഒരു ഇഷ്യൂസ്? ഇപ്പൊ ഓരോ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒരു പേഷ്യന്റ് ഒരുപാട് ദേഷ്യം വന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ആരും അവരെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ചിലപ്പോ ആ ഹോസ്പിറ്റലിനെതിരെ ലീഗലായിട്ട് മൂവ് ചെയ്യാലോ, നിയമപരമായി മൂവ് ചെയ്യാലോ. കോടതിയിൽ പോയി അല്ലെ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ആ പരാതി കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യുക? ഇവിടെ നോക്കി പറഞ്ഞിരിക്കുന്നത് ആൻഡ് ഇഫ് ഹോസ്പിറ്റൽ ഡോണ്ട് അഡ്രസ് ദെയർ ഇഷ്യൂസ്, ഈ ആംഗ്രി പേഷ്യൻസിന്റെ അല്ലെങ്കിൽ ഈ മിസ്ഡ് പേഷ്യൻസിന്റെ പ്രശ്നങ്ങള് അവര് ഹോസ്പിറ്റലുകാര് ശരിയായ രീതിയിൽ അഡ്രസ് ചെയ്തില്ലെങ്കിൽ, അതായത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, they might even face legal threats from patients. എന്താണ്? ആ ഹോസ്പിറ്റല് ആ പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് ലീഗൽ ആയിട്ടുള്ള ഭീഷണികളെ നേരിടാൻ കാരണമായി വരുന്നു അല്ലെ. ഇല്ലേ? അവരെന്ത് ചെയ്യും? റോങ് ആയ രീതിയിൽ എന്താണ് ഡയഗ്നോസിസ് ചെയ്ത് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരിട്ട് പോയി പരാതി കൊടുക്കോ? നമ്മൾ കേട്ടിട്ടില്ലേ? എന്താണ് റോങ് ആയ രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് മരണം സംഭവിച്ചു എന്നൊക്കെ, ഹോസ്പിറ്റലിൽ തല്ലിപ്പൊളി ഉണ്ടായി എന്നൊക്കെ കേട്ടിട്ടില്ലേ ന്യൂസിലൊക്കെ? പിന്നെ അതുകൂടാതെ എന്തുകൂടി വരും? അവര് ലീഗലായിട്ട് മൂവ് ചെയ്യില്ലേ, നിയമപരമായി നീങ്ങോ. അപ്പൊ എന്താണ്? ഹോസ്പിറ്റലുകള് ലീഗലായിട്ടുള്ള പ്രശ്നങ്ങള് പരിഹരിക്കേണ്ടതായിട്ട് വരുന്നു അല്ലെ. ഭീഷണികൾ നേരിടേണ്ടി വരുന്നു. ഹോസ്പിറ്റൽസ് can't disregard such situation. So it's better to learn how to cope with the patients. അതുകൊണ്ട് ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ്, ഈ ആംഗ്രി പേഷ്യൻസ് എന്ന് വരുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ മിസ്ഡ് പേഷ്യൻസിൽ നിന്നുള്ള പ്രോബ്ലംസിന്റെ അവഗണിക്കാതിരിക്കുക അല്ലെ, ഡിസ്റിഗാർഡ് ചെയ്യാതിരിക്കുക. അവരെന്ത് ചെയ്യുക? ലേൺ ഹൗ ടു കോപ്പ് വിത്ത് പേഷ്യൻസ് അല്ലെ. ആ പേഷ്യൻസ് പറയുന്നത് പഠിക്കുന്നതല്ലേ, കേൾക്കുന്നതല്ലേ നല്ലതാ? ആ പേഷ്യന്റിന് എന്താ പറയാനുള്ളത് അല്ലെ, അവർക്ക് എവിടെയാണ് പ്രോബ്ലം ഉണ്ടായത് അല്ലെ, അവർക്ക് എവിടെയാണ് പ്രശ്നം ഉണ്ടായത്, അതൊക്കെ മനസ്സിലാക്കി സോൾവ് ചെയ്യാ അല്ലെ. അങ്ങനെയല്ലേ ഏറ്റവും നല്ല മാർഗം? അതല്ലേ ഏറ്റവും നല്ല മാർഗം? അവരോട് വിളിച്ചിട്ട് അവരുടെ അടുത്ത് പോയി ചോദിക്കുക, എന്താണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം ഉണ്ടായത് അല്ലെ. നമുക്ക് കാമായിട്ട് അവരുടെ അടുത്ത് ചോദിക്കാം അല്ലെ. എന്നിട്ട് അവരോട് പറയാം, നിങ്ങൾക്ക് ഉണ്ടായ പ്രശ്നം പരിഹരിച്ചു തരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ദേഷ്യം കുറയില്ലേ? ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കില്ലേ? നല്ല രീതിയിൽ അവരോട് നമ്മൾ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാല്. അപ്പൊ എന്താണ്? അവരുടെ പ്രശ്നങ്ങള് മനസ്സിലാക്കി അവരോട് എന്ത് ചെയ്യുക? അവരെ പഠിക്കുന്നതാണ് നല്ലത്. Next, as a care provider, hospital need to realize the warning signs and control the situation before it gets worse. എന്ത് ചെയ്യുക? ഒരു കെയർ പ്രൊവൈഡർ, പരിചരണം നൽകുന്നയാൾ എന്ന നിലയിൽ ഹോസ്പിറ്റലുകാരെ അവരെന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ need to realize the warning sign and control the situation before it gets worse. എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള മുന്നറിയിപ്പ് അടയാളങ്ങൾ അല്ലെ, വാർണിംഗ് സൈൻ. ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് അവർ ക്യൂയിൽ നിന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അല്ലെ അവരെങ്ങനെയുള്ള പേഷ്യൻസ് ആണെന്ന്. ഒരു മുറുമുറുപ്പ്, ആ ക്യൂവിന്റെ ഇടയിൽ നിന്നും തന്നെ ഒരു മുറുമുറുപ്പ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, ആണോ? അപ്പൊ ആ ഒരു മുന്നറിയിപ്പ് അടയാളങ്ങള് മനസ്സിലാക്കുകയും ആ ഒരു സ്ഥിതി വഷളാകാതെ, ആ ഒരു സിറ്റുവേഷൻ വഷളാകാതെ നോക്കുകയുമാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അവരെടുത്ത് ചെന്നിട്ട് റീസൺ പറഞ്ഞു കൊടുക്കുക അല്ലെ, എന്തുകൊണ്ടാണ് വെയിറ്റിംഗ് ടൈം ഇങ്ങനെ കൂടുന്നത് അല്ലെ, എന്തുകൊണ്ടാണ് റിസപ്ഷൻ മുമ്പിൽ ഇത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് പേഴ്സൺ എന്ന് പറഞ്ഞാൽ വഷളാകാതെ കേട്ടോ, ആ സ്ഥിതി കൂടുതൽ ക്രിട്ടിക്കൽ ബുദ്ധിമുട്ടാകാതെ
പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത്. And need to create best practice and follow them handle angry patients അല്ലെ. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഹോസ്പിറ്റലില് എന്താണ് ആംഗ്രി പേഷ്യൻസിനെ, ദേഷ്യമുള്ള പേഷ്യൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം അല്ലെ, അവരെ എങ്ങനെ നമുക്ക് കറക്റ്റ് രീതിയിൽ ഫോളോ ചെയ്യാം, അഡ്വൈസ് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ട സ്ട്രാറ്റജീസ് അല്ലെ, പ്രാക്ടീസുകള് കൊണ്ടുവരികയും അത് നടപ്പിലാക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവരും? Next, implementing strategies to deal with angry patients. Angry patients നെ ഡീൽ ചെയ്യാനുള്ള തന്ത്രങ്ങൾ അല്ലെ എന്തൊക്കെയാണ്? സ്റ്റെപ്പ് 1, acknowledge and listen to patients complaints calmly. എന്ത് ചെയ്യുക? പേഷ്യൻസിന്റെ കംപ്ലൈന്റ്സുകൾ നമുക്ക് കാമായിട്ട് കേൾക്കാം അല്ലെ, കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. അക്നോളജ്, അംഗീകരിക്കുകയും ചെയ്യുക. ഇപ്പൊ നമ്മളോട് ഒരു പേഷ്യന്റ് വന്നിട്ട് പറയുമ്പോ നമ്മൾ അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പറയാണ്, അവിടെയുള്ള റിസപ്ഷനിലുള്ള അല്ലെങ്കിൽ പബ്ലിക് റിലേഷനിലുള്ള ഒരാള് അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പറയുമ്പോ അവരുടെ ദേഷ്യം കുറയാണോ കൂടാണോ ചെയ്യുന്നത്? കൂടല്ലേ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ നമ്മൾ ശാന്തമായിട്ട് കേട്ടിട്ട് അത് അംഗീകരിച്ചു കൊടുക്കുക അല്ലെ. ഇപ്പൊ നമ്മുടെ ഈ സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ പൊതുവെ പറയുന്നത് എന്താണ്, നമ്മുടെ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ആദ്യം നമുക്ക് കേൾക്കാം അല്ലെ, കറക്റ്റ് രീതിയിൽ കേൾക്കാം. കേട്ടിട്ട് നമ്മ അത് പതുക്കെ ഒന്ന് അംഗീകരിക്കുന്ന പോലെ അവരോട് ഒരു ആക്ട് ചെയ്യാം, ഒരു അംഗീകരിച്ചു കൊടുക്കുക. അതിനുശേഷം അവർക്ക് അതിലെ തെറ്റുകൾ മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെയല്ലേ പറയുന്നത്? ആണോ അല്ലേ? അപ്പൊ എന്ത് പറ്റും, അവർക്ക് അതിലെ ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? അവർ പറയുമ്പോ തന്നെ നമ്മ അവരെ എതിർക്കുകയാണെങ്കിലോ, അവര് കൊഞ്ഞ് ഒരു ചൈൽഡ് പറയുമ്പോ തന്നെ നമ്മ എതിർക്കുകയാണെങ്കിലോ അവർക്ക് ദേഷ്യം കൂടെയല്ലേ ചെയ്യുള്ളൂ, അവർക്ക് അത് ചെയ്യാനുള്ള ടെൻഡൻസി വരും അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം, ആംഗ്രി പേഷ്യൻസിനെ നമ്മൾ അതുപോലെയാണ് ഡീൽ ചെയ്യേണ്ടത്. ഒരു കൊച്ചിനെ നമ്മൾ ഡീൽ ചെയ്യുന്ന പോലെ ആദ്യം അവരുടെ പ്രശ്നങ്ങളെ കേട്ടിട്ട് അത് അംഗീകരിച്ചു കൊടുക്കുക. നെക്സ്റ്റ്, try to understand the root cause of the problem. എന്താണ് നമ്മൾ പറയും, ഏതൊരു പ്രശ്നത്തിന് ഒരു മൂല കാരണം ഉണ്ടാവും അല്ലെ, ഒരു റീസൺ ഉണ്ടാവുമല്ലോ, റൂട്ട് കോസ് ഇല്ലേ. അപ്പൊ ആ റൂട്ട് കോസ്, മൂല കാരണം അല്ലെ, അതിന്റെ ഒരു റീസൺ, എവിടെ നിന്നാണ് ആ ഒരു പ്രശ്നം ഉണ്ടായത്, ആ ഒരു കാര്യം മനസ്സിലാക്കുക. നെക്സ്റ്റ് പറയുന്നത് അവോയ്ഡ് ബീയിങ് ഡിഫൻസീവ് ആൻഡ് റെസ്പോണ്ട് വിത്ത് എംപതി. എന്ത് ചെയ്യുക, അവരോട് നമ്മൾ ഡിഫൻസീവ് മാർഗങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, പ്രതിരോധ മാർഗങ്ങൾ. ചില ആളുകൾ എന്ത് ചെയ്യും, എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മുടെ അടുത്ത് തട്ടിക്കേറില്ലേ, ആണോ? ചില സ്റ്റാഫുകൾ അങ്ങനെയല്ലേ, നമ്മ അങ്ങോട്ട് പറയുമ്പോഴേക്കും നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ചൂടായി തട്ടിക്കയറുന്ന ആളുകളുണ്ടോ? നമ്മ പറയുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള പ്രതിരോധ മാർഗങ്ങള് കയ്യാങ്കളിയാവും അല്ലെ, വാക്തർക്കങ്ങളാവും. അത് സ്ഥിതി എന്ത് ചെയ്യും, നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകും അല്ലെ. വഷളാക്കല്ലേ ചെയ്യുന്നത് ഡിഫൻസീവ് മാർഗങ്ങൾ സ്വീകരിച്ചാല്. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമ്മ അവോയ്ഡ് ബീയിങ് ഡിഫൻസീവ്, എന്ത് ചെയ്യാണ്, ഡിഫൻസീവ് മാർഗങ്ങൾ സ്വീകരിക്കാതിരിക്കുക അല്ലെ, പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാതെ അവരോട് എംപതിയോടുകൂടി റെസ്പോണ്ട് ചെയ്യുക, പെരുമാറുക, സഹാനുഭൂതിയോടുകൂടി പെരുമാറുക. ക്ലിയർ ആയോ? നെക്സ്റ്റ്, make the patients feel that they are concerned and taken seriously. ഇപ്പൊ ഒരു പേഷ്യന്റിന് തോന്നാണ് അവര് പറയുന്ന രീതിയിൽ പറയുന്ന പ്രശ്നങ്ങള് കാര്യങ്ങള് നമ്മ സീരിയസ് ആയിട്ട്, അവരുടെ ആശങ്കകൾ അല്ലെ, കൺസേണുകള് നമ്മ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവരുടെ ദേഷ്യം കുറെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നില്ലേ ഇല്ലേ. അപ്പൊ എന്താണ്, അവരെ ഒന്ന് ഫീൽ ചെയ്യിക്കുക, ഒരു പേഷ്യൻസിനെ, ആംഗ്രി പേഷ്യൻസിനെ അല്ലെങ്കിൽ നെഫ്ഡ് പേഷ്യൻസിനെ ഒന്ന് ഫീൽ ചെയ്യിക്കുക. എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ, അവരെ ആ കൺസേൺ, ആശങ്കകളിൽ നിന്ന്
ആ ഒരു ഹോസ്പിറ്റലുകാർ സീരിയസ് ആയിട്ട് അല്ലെ വളരെ പ്രാധാന്യത്തോടു കൂടി എടുത്തിട്ടുണ്ട് എന്ന് അവർക്ക് ഫീൽ ചെയ്യാം. നെക്സ്റ്റ് അപ്പോളജൈസ് ആൻഡ് ടേക്ക് ക്വിക്ക് ആക്ഷൻ ടു സെറ്റിൽ ദ പ്രോബ്ലം. നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് മാപ്പ് പറയുന്നത് കൊണ്ട് ക്ഷമ ചോദിക്കുന്നതുണ്ട് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല അല്ലേ? ഇല്ല. അതല്ല, ഒരു മിഫ്ഡ് പേഷ്യൻസിനെ അല്ലെങ്കിൽ ഒരു ആംഗ്രി പേഷ്യൻസിനെ കൂളാക്കാൻ നമ്മ ഒന്ന് അപ്പോളജൈസ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നമുണ്ടോ? നമുക്ക് അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാം, തണുപ്പിക്കാം അല്ലെ? ഒരു അപ്പോളജൈസ് പറയുന്നതിലൂടെ, ക്ഷമ പറയുന്നതിലൂടെ നമുക്ക് തണുപ്പിച്ചൂടെ? അതല്ലെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോ ആ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കില്ലേ ആ ഒരു പേഷ്യന്റ് കാരണം? ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ടോട്ടൽ പ്രശ്നങ്ങൾ ടോട്ടലിലെ ഓപ്പറേഷൻസിനെ ബാധിക്കില്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, അപ്പോളജൈസ് ആൻഡ് ടേക്ക് ക്വിക്ക് ആക്ഷൻ ടു സെറ്റിൽ ദ പ്രോബ്ലംസ്. ആ പ്രോബ്ലം പരിഹരിക്കുന്നതിനുള്ള എന്താണ് ആക്ഷൻ മാർഗങ്ങൾ സ്വീകരിക്കുകയും അവരോട് അപ്പോളജൈസ് ക്ഷമ ചോദിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അബൌട്ട് ദാറ്റ് about what you can do about the situation. എന്താണ് അവരെടുത്ത് കറക്റ്റ് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ക്ലിയർ ആയിട്ട്. ഇപ്പൊ അവർക്ക് വന്ന ആ പ്രോബ്ലംസിന് ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക അല്ലെ? ഇപ്പൊ പബ്ലിക് റിലേഷൻ നമ്മുടെ PR എന്നൊരു രീതിയിൽ പറഞ്ഞ്, അതല്ല അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിൽ വേറൊരു രീതിയിലാണ് പറയുന്നതെങ്കിൽ അവർക്കൊരു ക്ലാരിറ്റി കിട്ടോ? ഇല്ല അല്ലെ? ചിലപ്പോ വീട്ടിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കോ, നിങ്ങൾ പറഞ്ഞതല്ല അവിടെ നിന്ന് പറഞ്ഞതല്ലേ, അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ നിന്ന് പറഞ്ഞത് അല്ലെങ്കിൽ PRO പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതല്ല അല്ലെ? വീണ്ടും അവർക്ക് ദേഷ്യം വരാണ് ചെയ്യുന്നത്. അപ്പൊ അതൊന്നും ഇല്ലാതെ അവർക്ക് വന്ന ആ പ്രശ്നത്തിന് ഹോസ്പിറ്റലുകാർക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് കറക്റ്റ് ആയിട്ട് അവരുടെ അടുത്ത് ആശയവിനിമയം നടത്തുക. ക്ലിയർ ആയോ? Next, what can hospital do to deal with angry patients? Angry patients എങ്ങനെയാണ് ഹോസ്പിറ്റലുകാരെ ഡീൽ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകാർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? Take a deep breath and try to remain calm. എന്താണ് അവിടെ എന്താണ് ടേക്ക് ബ്രീത്ത് എന്നൊക്കെ പറഞ്ഞത്? ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് ഒരു പേഷ്യന്റ് ബഹളം ഉണ്ടാക്കുന്നതെങ്കിൽ അത് കണ്ടു നിൽക്കുന്ന നമുക്ക് ദേഷ്യം വരുമോ? സ്വാഭാവികമാണത്, മനുഷ്യ സഹജമാണ് അല്ലെ? അപ്പൊ നമ്മുടെ ദേഷ്യം കൺട്രോൾ ചെയ്തിട്ട് വേണം അല്ലെ അവരോടൊക്കെ സംസാരിക്കാൻ അല്ലെ? നമ്മുടെ ദേഷ്യം ആദ്യം കൺട്രോൾ ചെയ്തിട്ട് വേണം അവരോടൊക്കെ സംസാരിക്കാൻ അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മ ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്ത് അല്ല ദീർഘശ്വാസം എടുത്ത് ശാന്തത പാലിച്ചിട്ട് അല്ലെ നമ്മൾ കാമായിട്ട് വേണം അവരോട് സംസാരിക്കാനായിട്ട്. ക്ലിയർ ആയില്ലേ? യാതൊരു all the details about the patient, disease and treatment provided to them. അതിനുശേഷം എന്ത് ചെയ്യുക, ആ പേഷ്യൻസിന് എടുത്തിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റിനെ കുറിച്ചും ആ പേഷ്യൻസിന്റെ അസുഖത്തെ കുറിച്ചുമുള്ള എല്ലാ ഇൻഫോർമേഷൻസും കളക്ട് ചെയ്യുക അല്ലെ? ഇപ്പൊ അവര് പറഞ്ഞ ചികിത്സയിൽ എന്തെങ്കിലും പിഴവുകളാണെങ്കിൽ ഈ ഡോക്യുമെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്തൂടെ, വെരിഫൈ ചെയ്തൂടെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ ഡയഗ്നോസ്റ്റിക്കുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്യുക. നെക്സ്റ്റ്, സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് പേഷ്യന്റ് ടു ഡിഫക്ട് റീസൺ ബിഹൈൻഡ് ദെയർ ഔട്ട്ബേഴ്സ്റ്റ്. എന്താണ് ആ ഔട്ട്ബേഴ്സ്റ്റ് എന്ന് പറഞ്ഞാല് പൊട്ടിത്തെറി, അതായത് അത് ദേഷ്യപ്പെടാനുണ്ടായ കാരണം അല്ലെ? ആ ഒരു പൊട്ടിത്തെറിക്കുണ്ടായ കാരണം അറിയാൻ നമ്മ സമയം ചെലവഴിക്കുക അല്ലെ? എന്തേ ഹോസ്പിറ്റലുകാര് സമയം ചെലവഴിക്കണ്ടേ? റൂട്ട് കോസ് എന്താണ് അല്ലെ? അപ്പൊ ആ ഒരു പേഷ്യന്റിന്റെ പൊട്ടിത്തെറിക്ക് ആ ഒരു ദേഷ്യത്തിനുണ്ടായ കാരണം എന്താണെന്ന് അറിയാൻ സമയം ചിലവഴിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ മനസ്സിലാകുമ്പോ ആ പേഷ്യന്റിന് കുറച്ചും കൂടി ഒരു അയവ് വരും അല്ലേ? അവര് ആ ബിഹേവിയറിൽ കുറച്ചും കൂടി ഒരു റിലാക്സ് വരില്ലേ?
നമ്മുടെ കാര്യം അറിയാൻ അവർ സമയം ചെലവാക്കുന്നുണ്ട് അല്ലെ? ആണോ? അപ്പൊ അങ്ങനെ എന്താണ് ആ ഒരു ഇതിന് സമയം ചെലവാക്കുക. നെക്സ്റ്റ് ഷോ എംപതി ആൻഡ് ട്രൈ ടു സോൾവ് ദെയർ ഇഷ്യൂസ്. എന്ത് ചെയ്യാ? അവരോട് എംപതിയോട് കൂടി അല്ലെ, സഹാനുഭൂതിയോട് പെരുമാറി അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുക്കുക. നെക്സ്റ്റ് അവോയ്ഡ് ഗിവിംഗ് അവേ ടു എനി ആർഗ്യുമെന്റ്സ് ആൻഡ് ഡിഫെൻഡ് അഗെയിൻസ്റ്റ് ട്രീറ്റ്സ്. മിസ് പറഞ്ഞ പോലെ അവരെടുത്ത് എന്ത് ചെയ്യുക? പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയോ അവരടുത്ത് എന്താണ് ആർഗ്യുമെന്റ്സ് അല്ലെ, വാദപ്രതിവാദങ്ങൾ നടത്താൻ പാടുണ്ടോ? നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, നിങ്ങൾ ആരോ പറയുന്നത് കേട്ട് പറയുന്നതാണ് അല്ലെ, ആവശ്യമില്ലാത്ത കാര്യത്തിന് ബഹളം എടുക്കുന്നതാണ്, അങ്ങനെയുള്ള വാദപ്രതിവാദങ്ങൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കോ? തണുപ്പിക്കാൻ സാധിക്കോ? ഇല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് അവരടുത്ത് നമ്മൾ ആർഗ്യുമെന്റ്സ്, വാദപ്രതിവാദങ്ങൾ നടത്താനോ ഡിഫൻസുകൾ അല്ലെ, എന്താണ് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാനോ പാടില്ല. നെക്സ്റ്റ് പ്രൊട്ടക്ട് ലീഗലി ബൈ കെയർഫുള്ളി ഡോക്യുമെന്റിംഗ് ക്ലിനിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലൈന്റ്സ്. ഇവർ നൽകുന്ന കംപ്ലൈന്റ്സുകളെ നമ്മൾ എന്ത് ചെയ്യണം? ലീഗലി ആയിട്ട് അല്ലെ, നിയമപരമായിട്ട് സംരക്ഷിച്ചു വെക്കണോ? ചിലപ്പോ എന്ത് ചെയ്യും? ഇനി പോയി പരാതികൾ കൊടുക്കാലോ, പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കംപ്ലൈന്റ്സ് കൊടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് അതിന് കാണിക്കാനുള്ള എവിഡൻസ് വേണ്ടേ? ഹോസ്പിറ്റലുകാർക്ക് കാണിക്കാനുള്ള എവിഡൻസ് വേണ്ടേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് പരാതികള് ശ്രദ്ധാപൂർവം ഭയങ്കര കെയർഫുള്ളോട് കൂടി രേഖപ്പെടുത്തി അവരെ സൂക്ഷിച്ചു വെക്കുക, പ്രൊട്ടക്ട് ചെയ്യുക. ക്ലിയർ ആയത്? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ. നെക്സ്റ്റ് ടു ഇംപ്രൂവ് പേഷ്യൻസ് എക്സ്പീരിയൻസ്. എന്താണ്? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കണം അല്ലെ. അവർക്ക് ഹോസ്പിറ്റലിലെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇംപ്രൂവ് ചെയ്യണ്ടേ? അപ്പൊ നോക്കിയേ, മോസ്റ്റ് ഡോക്ടേഴ്സ് spend a short span of time in which they want to complete various tasks, from catching up with patients, understanding their concerns and provide the required treatment. എന്താണ്? ചില ഡോക്ടേഴ്സ്, മോസ്റ്റ് ഓഫ് ദ ഡോക്ടേഴ്സ്, മിക്ക ഡോക്ടേഴ്സും ആ ഒരു രോഗിയുമായിട്ട് ചെലവാക്കുന്ന, സ്പെൻഡ് ചെയ്യുന്ന സമയം, ആ ഷോർട്ട് സ്പാൻ, ആ ഒരു കാലയളവ്, ചെറിയ കാലയളവാണ് അവർ എടുക്കുന്നത്. അപ്പൊ അവർക്ക് എന്താണ്? അവരുടെ ടാസ്കുകൾ, ആ ഡോക്ടറുടെ പല ടാസ്കുകൾ ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. നമ്മളാണെങ്കിലും ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ട് അവർ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് അവരോട് പറയാൻ പറ്റുമോ? ഡോക്ടറെ അടുത്ത്? ഇല്ല അല്ലെ. നമ്മുടെ ശരീരത്തില് എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ട്, എന്തെങ്കിലും പറ്റിയതുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റുമോ ഡോക്ടറെ അടുത്ത്? നമുക്കൊരു ചെറിയ സമയമാണ് അവർ തരുന്നതെങ്കിൽ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ നോക്കിയേ, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഫ്രം കാച്ചിങ് അപ്പ് പേഷ്യൻസ്, എന്താണ്? ആ ഒരു പേഷ്യന്റിനുമായി ഇടപഴകാൻ, അണ്ടർസ്റ്റാൻഡ് ദെയർ കൺസേൺ. എന്താണ്? പേഷ്യൻസിന് പല ആശങ്കകളുണ്ട് അല്ലെ, അവരെ ആശങ്കകൾ മനസ്സിലാക്കാൻ, ആൻഡ് പ്രൊവൈഡിങ് ദ റിക്വയർഡ് ട്രീറ്റ്മെന്റ്, അവർക്ക് ആവശ്യമായിട്ടുള്ള, ആ ഒരു പേഷ്യന്റിന് അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നൽകാനൊക്കെ ഒരു ഡോക്ടർ, മിക്ക ഡോക്ടേഴ്സ് എങ്ങനെയാണ്? ഒരു ചെറിയ കാലയളവ് എടുക്കുമ്പോൾ അവർക്ക് എന്താണ്? അവരെ പല ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു അല്ലെ. ഇപ്പൊ നമ്മൊരു ഡോക്ടറെ അടുത്തിരിക്കുകയാണെങ്കിൽ ആദ്യം ഡോക്ടർ നമ്മളെടുത്ത് എന്ത് ചോദിക്കോ? എന്താണ്? പേര് വയ്ക്കും അല്ലെ, പേര് വയ്ക്കോ അല്ലേ? പിന്നെ പ്രീവിയസ് ഹിസ്റ്ററി, നെയിം ചോദിക്കും, ഏജ് ചോദിക്കും. പിന്നെന്താണ്? എന്തെങ്കിലും മുമ്പ് അസുഖങ്ങൾ വന്നിട്ടുണ്ടോ അല്ലെ, ഇതുപോലെ അസുഖങ്ങൾ വന്നിട്ടുണ്ടോ അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കുന്നവരാണോ എന്നൊക്കെ ചോദിക്കാറുണ്ടോ? അലർജി പ്രോബ്ലംസ് ഉണ്ടോ അല്ലെ? എന്നിട്ടായിരിക്കും ചോദിക്കുന്ന, ചിലപ്പോ എന്നിട്ടായിരിക്കും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് വന്നത് അല്ലെ, എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം എന്നായിരിക്കും അല്ലെ ചോദിക്കുന്നത്.
അപ്പൊ ഇങ്ങനെ ഒരാളുടെ അടുത്ത് സംസാരിച്ച് വരുമ്പോ തന്നെ അവർക്ക് ഒരു ഇത്തിരി നേരം വേണ്ടേ? ഈ ഒരു രീതിയിൽ സംസാരിച്ച് സ്റ്റാർട്ട് ചെയ്ത് അല്ലെ? BP ഉണ്ടോ അല്ലെ? അപ്പൊ എന്താണ്, ഒരു ചെറിയ സമയമാണ് എടുക്കുന്നത് ഈ ഡോക്ടേഴ്സ് ഈ രോഗിയുമായിട്ട് ചെലവാക്കുന്നതെങ്കിൽ ഈ രോഗിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടർക്ക് മനസ്സിലാക്കാൻ സാധിക്കോ? ഇല്ല അല്ലെ? അപ്പൊ അതാണ് ആ പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് എന്താണ്, രോഗിയുമായിട്ട് ഇടപെടുകാനായിട്ട്, രോഗിയുടെ പ്രശ്നങ്ങൾ അല്ലെ, ആശങ്കകൾ കേൾക്കാനായിട്ട്, അവർക്ക് ഉചിതമായിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഒരു ഡോക്ടർ കുറച്ച് സമയം മാത്രം എടുക്കുമ്പോൾ എന്താണ്, ഈ ഡോക്ടർക്ക് അവരുടെ പല ടാസ്കുകളും പല പ്രവർത്തനങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. ഇൻ സച്ച് കേസസ്, ഇങ്ങനെയുള്ള കേസുകളിൽ എന്താണ്, ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ഫോർ ഡോക്ടേഴ്സ് ടു അഡ്രസ് ഓൾ ദ പ്രോബ്ലംസ് ഓഫ് ദി പേഷ്യൻസ്. മിസ് പറഞ്ഞ പോലെ ആ പേഷ്യൻസിന്റെ എല്ലാ പ്രശ്നങ്ങളും ഡോക്ടർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരിത്തിരി നേരം ചെലവാക്കുമ്പോൾ ഇല്ല അല്ലെ, മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പൊ ആ രോഗിക്ക് ആ ഒരു ഹോസ്പിറ്റലുകാർക്ക് കൊണ്ട് പല ക്വയറീസ് ഉണ്ടാവുക അല്ലെ, ക്വസ്റ്റ്യനുകൾ ഉണ്ടാവാലോ. ഇഫ് വി ഡു നോട്ട് ഗെറ്റ് ആൻസർ ഫോർ സ്പെസിഫിക് ക്വയറീസ്, എന്താണ്, അപ്പൊ അവർക്ക് ഈ പേഷ്യൻസിന്റെ പല ക്വസ്റ്റ്യൻസിനും സ്പെസിഫിക് ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കാൻ സാധിക്കാതെ വരുന്നു. എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്? ഡിഡ് വി പ്രൊവൈഡ് ദ ഡിസൈർഡ് കെയർ? എന്താണ് അവർ ചോദിക്കാം, ഞങ്ങൾ ആഗ്രഹിച്ച പരിചരണം നിങ്ങൾക്ക് തരാൻ സാധിച്ചിട്ടുണ്ടോ അല്ലെ? ചോദിക്കാലോ നമുക്ക്. ഡോക്ടർ നല്ല രീതിയിൽ നമ്മൾ എക്സാമിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാലോ, ഞങ്ങൾ ആഗ്രഹിച്ച പരിചരണം തരാൻ സാധിച്ചിട്ടുണ്ടോ അല്ലെ? Did we give the right advice? നിങ്ങൾ നല്ല ഉപദേശമാണോ ഞങ്ങൾക്ക് നൽകിയത് അല്ലെ? റൈറ്റ് അഡ്വൈസ് തന്നിട്ടുണ്ടോ? Would be if it would be difficult for hospitals to improve the patient experience. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ എന്താണ്, ഹോസ്പിറ്റലുകൾക്ക് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനായി ബുദ്ധിമുട്ടായി വരുന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ ഓഫ് ദ, അപ്പൊ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക മാർഗം, വൺ ഓഫ് ദ ബെസ്റ്റ് വേ ടു ഇംപ്രൂവ് ഇറ്റ് ഈസ് ബൈ എൻഗേജിങ് വിത്ത് ദ പേഷ്യൻസ് ആൻഡ് അഡ്രസ്സിംഗ് ദെയർ പ്രോബ്ലം കറക്റ്റ്ലി ആഫ്റ്റർ എവറി ഇന്ററാക്ഷൻ. അതിനുവേണ്ടി നമുക്ക് എന്താണ് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, രോഗിയുമായി നല്ല രീതിയിൽ ഇടപെടുക അല്ലെ, എൻഗേജ് ചെയ്യുക അല്ലെ. അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടി കാമായിട്ട് കേൾക്കാം അല്ലെ. കൂടാതെ എന്താണ്, ഓരോ ഇടപെടലിന് ശേഷം, അതായത് ഓരോ പേഷ്യന്റുമായി സംസാരിച്ചതിന് ശേഷവും അവരുടെ പ്രശ്നങ്ങൾ എന്താണ് ശരിയായി പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന് നമുക്ക് പറ്റുന്ന ഏക മാർഗം. ഇത് ഇംപ്രൂവ് ചെയ്യാൻ, പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ഏക മാർഗം. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം. ഇവിടെ എന്താണ് ശരിക്കും ഇവിടെ മിസ് പറഞ്ഞപ്പോ എന്താണ് ഒരു പ്രശ്നം നമുക്ക് നേരിട്ടത്? ഡോക്ടർ ഈ പേഷ്യന്റുമായിട്ട് അധിക സമയം ചെലവഴിക്കുന്നില്ല അല്ലെ? അതല്ലേ അവിടെ പറഞ്ഞ പ്രശ്നം അല്ലെ? അവരുടെ കൺസേണുകൾ കേൾക്കുന്നില്ല, അവർക്ക് വേണ്ട നല്ല ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ സമയം കൊടുക്കുന്നില്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ഒരു പേഷ്യന്റിനുമായിട്ടും നല്ല രീതിയിൽ ഇടപെടുക അല്ലെ, അവർക്ക് പറയാനുള്ള ആശങ്കകൾ അല്ലെ, കൺസേണുകള് അല്ലെ, അവരെ പ്രോബ്ലംസ് കേൾക്കേണ്ട ആദ്യം. അപ്പൊ ഓരോ പേഷ്യന്റുമായിട്ടും നല്ല രീതിയിൽ എൻഗേജ് ചെയ്യുക അല്ലെ, ഇടപെടുകയും അവരുടെ പ്രോബ്ലംസ് അല്ലെ, അവരുടെ പ്രശ്നങ്ങള് എന്താണ് ഈ ഇടപെടലുകൾക്ക് ശേഷം കറക്റ്റ് രീതിയിൽ അവരുടെ പ്രോബ്ലംസ് പരിഹരിക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് ദ പേഷ്യന്റ് എക്സ്പീരിയൻസ് പിരമിഡ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ.
ഇവിടെ ഏതെങ്കിലും ഒന്ന് മിസ് ചെയ്തിട്ട് ആ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കാം കേട്ടോ. കംപ്ലീറ്റ് ദി പേഷ്യന്റ് എക്സ്പീരിയൻസ് പിരമിഡ്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കാം. പേഷ്യന്റ് എക്സ്പീരിയൻസ് പിരമിഡ് ഫസ്റ്റ് വരുന്നത് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് അല്ലെ. എന്താണ് പേഷ്യൻസിന് അല്ലെങ്കിൽ പേഷ്യൻസിന് കിട്ടുന്ന സർവീസുകൾ അത് പറയാലോ. പേഷ്യൻസിന്റെ സർവീസുകളിൽ നിന്നല്ലേ അവർ എക്സ്പീരിയൻസ് ആവുന്നത് അല്ലേ? ഓക്കെ, പേഷ്യൻസ് എക്സ്പീരിയൻസ്. നെക്സ്റ്റ് എന്താണ്? പേഷ്യന്റ് ജേർണി അല്ലെ. പേഷ്യന്റിന്റെ ജേർണി എന്ന് പറഞ്ഞാൽ എന്താ? യാത്ര. ഒരു ഹോസ്പിറ്റലിലെ പേഷ്യന്റ് എൻ്റർ ചെയ്ത് അവിടെ നിന്ന് എക്സിറ്റ് ആവുന്നത് വരെ ഒരു ജേർണി ആണ് അല്ലെ ശരിക്കും പറഞ്ഞ അല്ലെ. റിസപ്ഷനിൽ ചെന്നു അല്ലെ, റിസപ്ഷനിൽ നിന്ന് ഡോക്ടേഴ്സിന്റെ വെയിറ്റിംഗ് ഏരിയ ചെന്നു, എൻട്രി ടു എക്സിറ്റ് വരെ അല്ലെ. വെയിറ്റിംഗ് ഏരിയയിൽ ചെന്നു, പിന്നെ കൺസൾട്ടേഷൻ റൂമിൽ ചെന്നു അല്ലെ, എക്സാമിനിങ് റൂമിൽ ചെന്നു, ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഏരിയയിലേക്ക് ചെന്നു അല്ലെ. ഒരു ജേർണി ആണ് അല്ലെ യാത്ര. അപ്പൊ ആ പേഷ്യന്റിന്റെ ജേർണി നോക്കിയേ. ഹൗ ദ പ്രാക്ടീസ് എൻഗേജ് വിത്ത് ഇറ്റ്സ് പേഷ്യന്റ്. എന്താണ് ഈ ഒരു ജേർണിയില് അല്ലെങ്കിൽ ഈ പേഷ്യൻസിന്റെ സർവീസുകളില് എക്സ്പീരിയൻസില് പേഷ്യന്റ് എത്രത്തോളം ഇടപഴകുന്നുണ്ട് അല്ലെ. ഇവിടേക്ക് എന്താണ് പേഷ്യന്റ് സെൻട്രിക് അല്ലേ നടക്കേണ്ടത് പ്രവർത്തനങ്ങള്. പേഷ്യൻസിന്റെ എക്സ്പീരിയൻസിൽ അല്ലെ സർവീസുകള് ആണോ. രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള അപ്പൊ അതൊക്കെയാണ് ഇതിൽ പറഞ്ഞ് ഒരു പേഷ്യന്റിന്റെ ജേർണിയില് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സർവീസ്, പേഷ്യൻസിന് അവിടെ നിന്ന് ലഭിക്കുന്ന സർവീസുകളിൽ ഉണ്ടാകുന്ന അവരുടെ എക്സ്പീരിയൻസില് പേഷ്യന്റ് എത്രത്തോളം എൻഗേജ് ആയിട്ടുണ്ട് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, പേഷ്യന്റ് സെൻട്രിക് സർവീസ്. ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ എന്താണ്? പേഷ്യന്റ് സെൻട്രിക് സർവീസ് ആണ് അല്ലെ, രോഗി കേന്ദ്രീകൃതമായിട്ടുള്ളതല്ലേ. നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നത് പേഷ്യന്റ് എക്സ്പീരിയൻസ്. പേഷ്യൻസിന് ലാസ്റ്റ് അവിടെ നിന്ന് ലഭിച്ച എക്സ്പീരിയൻസ് അതെന്താണ്? വാട്ട് വാല്യൂ ദ പ്രാക്ടീസ് ഡെലിവേഴ്സ് ടു ഇറ്റ്സ് പ്രാക്ടീസ്. എന്താണ് ഈ പ്രാക്ടീസുകളില് അതായത് നമ്മുടെ ജേർണിയിൽ നടക്കുന്നത് അതല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന സർവീസുകളിലുള്ള ആ ഒരു പ്രാക്ടീസില് പ്രവർത്തനങ്ങളില് എന്താണ് രോഗികൾക്ക് എന്ത് മൂല്യം അല്ലെ, എന്ത് വാല്യൂ ആണ് ലഭിക്കുന്നത്? എന്താണ് നമുക്ക് എന്ത് മൂല്യമാണ് ലഭിക്കേണ്ടത് അവിടെ നിന്ന് ശരിക്കും? നമ്മുടെ ഔട്ട്കംസ് എന്തായിരിക്കണം? ബെറ്റർ ഔട്ട്കംസ് ആയിരിക്കണം അല്ലെ. അല്ലെ ഈ ഒരു പേഷ്യന്റ് സെൻട്രിക് അപ്രോച്ചിൽ നിന്ന് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന സർവീസുകളിൽ നിന്ന് ഒക്കെ എന്താണ് ബെറ്റർ ഔട്ട്കംസ് ലഭിക്കേണ്ടത്? എന്ത് വാല്യൂ നമുക്ക് അവിടെയുള്ള ആ ഒരു സർവീസുകളില് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസില് എന്ത് വാല്യൂ ആണ് നമുക്ക് ലഭിച്ചത്? അതാണ് ആ പേഷ്യന്റ് എക്സ്പീരിയൻസ് പിരമിഡില് പറയുന്നത്. ഓക്കെ അല്ലേ? സർ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് what hospital can do to improve patient experience. പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ഇംപ്രൂവ് ചെയ്യിക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലുകാർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്? എസ്റ്റാബ്ലിഷ് a centralized hospital information system to streamline hospital process, patient registration, appointment scheduling, generating bills, publishing lab test reports, setting up remain. Publishing ലാബ് ടെസ്റ്റ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോമിറ്റോ എന്നിട്ട് സെറ്റിംഗ് അപ്പ് റിമൈൻഡേഴ്സ്. എന്താണ് നമുക്ക് നിങ്ങൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചോ? പഠിച്ചില്ലേ ചാപ്റ്റർ? അതെന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ് അല്ലെ. ഒരു സെൻട്രലൈസ്ഡ് അല്ലെ, സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ് അല്ലെ. അവർക്ക് പേഷ്യൻസിനെ എടുക്കാം അല്ലെ. പേഷ്യൻസിന് അവരുടെ എന്താണ് അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമോ? സ്വന്തമായിട്ട് അവർക്ക് അവരുടെ വേണ്ട എന്താണ് രജിസ്ട്രേഷൻ എടുക്കാം അല്ലെ.
ഏത് ഡോക്ടറെയാണോ ചൂസ് ചെയ്യേണ്ടതെന്ന് അവർക്ക് തന്നെ തീരുമാനിക്കാലോ അല്ലേ? ക്രൈറ്റീരിയ റിവ്യൂസ് ഒക്കെ നോക്കി കാണിട്ട് അവർക്ക് തന്നെ തീരുമാനിക്കാം അല്ലെ. പിന്നെന്താണ് അവരുടെ ബില്ലുകള് അവർക്ക് തന്നെ അടയ്ക്കാൻ സാധിക്കുന്നുണ്ടോ ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം വഴി? പിന്നെന്താണ് നമ്മ ഇപ്പൊ ഒരു ലാബിൽ ചെന്ന് നമ്മൾ ടെസ്റ്റുകൾ കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ റിസൾട്ട് എങ്ങനെയാ നമുക്ക് കിട്ടുന്നത്? നമ്മ വീണ്ടും പോണോ റിസൾട്ട് കളക്ട് ചെയ്യാൻ പോണോ? വേണ്ട അല്ലേ? നമുക്ക് ഓൺലൈനായിട്ട് വാട്സപ്പിലേക്ക് കൂടി അവർ മെസ്സേജ് അയച്ചു തരും അല്ലേ? അപ്പൊ എന്താണ് പബ്ലിഷിംഗ് ലാബ് ടെസ്റ്റ് റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുക. കൂടാതെ നമ്മ പറഞ്ഞു ആ ചാപ്റ്ററിൽ പറഞ്ഞില്ലേ ഒരു രോഗിക്ക് ഫോളോ അപ്പിന് സമയമായിട്ടുണ്ട്, ഡോക്ടർ ചെക്കപ്പുകൾക്ക് സമയമായിട്ടുണ്ട്, ടെസ്റ്റുകൾക്ക് സമയമായിട്ടുണ്ട് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? റിമൈൻഡേഴ്സ് ഓർമ്മിപ്പിക്കും അല്ലെ? അവരെ വാക്സിനേഷന് ടൈം ആയിട്ടുണ്ട് അല്ലെ? അങ്ങനെയുള്ള റിമൈൻഡർ മെസ്സേജുകൾ വരും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എന്ത് ചെയ്യാ? സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സ്ഥാപിക്കുക. ക്ലിയർ ആയോ? അപ്പൊ അവർക്ക് എന്താണ് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരികയോ എറേഴ്സ് ഇല്ലാതാക്കുന്നുണ്ട് അല്ലെ? തെറ്റുകൾ കുറയ്ക്കുന്നില്ലേ? തെറ്റുകൾ കുറയ്ക്കാലോ. അപ്പൊ അങ്ങനെയുള്ള സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സ്ഥാപിക്കുക. ഓക്കെ, ഇത് focus on each patient and provide personalized patient care അല്ലെ? ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ ഇൻഡിവിജ്വൽസിനും എങ്ങനെയുള്ള എന്താണ് പേഷ്യന്റ് കെയർ ആണ് കൊടുക്കേണ്ടത്? ഇൻഡിവിജ്വലൈസ്ഡ് അല്ലെ? എല്ലാവർക്കും ഒരേ ഇൻഡിവിജ്വലൈസ്ഡ് കെയർ ആണ് അല്ലെ? എല്ലാവർക്കും ഒരേപോലെയുള്ള വ്യക്തിപരമായ അല്ലെ? എന്താണ് എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ ട്രീറ്റ്മെന്റ് ആയിരിക്കും അല്ലെ ആവശ്യം അല്ലെ? ഓരോരുത്തരുടെയും ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും അല്ലെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. അപ്പൊ എന്താണ് നമ്മ ഓരോ പേഷ്യന്റിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവർക്ക് ഉചിതമായിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള രോഗി പരിചരണം നൽകുകയും ചെയ്യുക. നെക്സ്റ്റ്, റീഡ് ഔട്ട് ടു പേഷ്യൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ഓൺ ഡിഫറെന്റ് ചാനൽസ്. എന്താണ് വിവിധ ചാനലുകളിലൂടെ അല്ലെ വിവിധ രീതികളിലൂടെ നമ്മ പേഷ്യൻസിനെ റീഡ് ചെയ്യുക, വായിക്കുക. എന്ന് വെച്ചാൽ എന്താ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് പേഷ്യൻസിന് അവരുടെ ഫീഡ്ബാക്കുകൾ അവർക്ക് എങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? പ്രിന്റഡ് കോപ്പീസിലൂടെ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യാൻ പറ്റില്ലേ? ലിങ്കുകൾ വഴി ചെയ്യാം അല്ലെ? ലിങ്കുകൾ വഴി ചെയ്യാലോ. പിന്നെന്താണ് ഇപ്പൊ അതേപോലെ തന്നെ പേഷ്യൻസിന് അവരെ കൺസേണുകൾ ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചു, റിമോട്ട് മോണിറ്ററിംഗ് പഠിച്ചു അല്ലെ? ഈ പ്രിസ്ക്രിപ്ഷൻ പഠിച്ചു അല്ലെ? ഈ പ്രിസ്ക്രിപ്ഷൻ പഠിച്ചു. വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാന്ന് പഠിച്ചു അല്ലെ? ഡിസാസ്റ്റേഴ്സ് വരുമ്പോഴല്ലേ ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വീഡിയോ കോൺഫറൻസിലാണ്. അപ്പൊ ഇതെന്താണ്? നമ്മ പല രീതിയിലാണ് അല്ലെ പേഷ്യൻസിനെ കേൾക്കുന്നതും അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും പല രീതിയിലല്ലേ? അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങള് ഏർപ്പെടുത്തുക, ഹോസ്പിറ്റലിൽ ഏർപ്പെടുത്തുക. അതൊക്കെ ഇത് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്തൂടെ നമുക്ക്? എന്താണ് ഒരുപാട് വയ്യാത്ത പേഷ്യൻസിന് എന്താണ് ഹോസ്പിറ്റലിലേക്ക് വരാതെ അല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? വീട്ടിൽ പോയി പരിചരണം കൊടുത്തൂടെ റിമോട്ട് മോണിറ്ററിംഗ് വഴി അല്ലേ? പിന്നെന്താണ് വല്ല ഡിസാസ്റ്റേഴ്സ് ഒക്കെ സംഭവിക്കുമ്പോ എന്താണ് വീഡിയോ കോൺഫറൻസിലൂടെ അവരെ കേൾക്കാം അല്ലെ? ഓൺലൈൻ കൺസൾട്ടേഷൻ കൊടുക്കാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആയില്ലേ? കണ്ടക്ട് പേഷ്യന്റ് സർവേസ് ടു കളക്ട് വാല്യുബിൾ ഫീഡ്ബാക്ക്. എന്താണ്? പേഷ്യൻസിൽ നിന്ന് സർവേകൾ നടത്തി അവരിൽ നിന്ന് വാല്യുബിൾ ആയിട്ടുള്ള നമുക്ക് വിലമതിക്കാനാവാത്ത ഫീഡ്ബാക്കുകൾ ശേഖരിക്കുക.
Next, try to understand how patient perceive the quality of care given. എന്താണ് അവിടെ നിന്ന് കൊടുക്കുന്ന ആ കെയർ പരിചരണത്തിന്റെ ഗുണനിലവാരം അല്ലെ രോഗികൾക്ക് എങ്ങനെ ലഭ്യമാകുന്നു എന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണത് മനസ്സിലാക്കുന്നത്? നമുക്ക് അവർക്ക് കൊടുത്ത കെയർ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഔട്ട്കംസ് വെച്ചിട്ടല്ലേ? ഇപ്പൊ നമ്മ അവിടുന്ന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളില് നല്ല ട്രീറ്റ്മെന്റ് ഫീഡ്ബാക്ക് ചോദിക്കുക, പിന്നെ എന്താണ് സർവേ നടത്താം അല്ലേ? അതൊക്കെ എന്താണ് ഔട്ട്കം, അവർക്ക് ലഭിച്ച ഔട്ട്കമിന്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ ഈ സർവേ നടത്തുന്നത്, ഫീഡ്ബാക്ക് മേടിക്കുന്നത്. അപ്പൊ അവർക്ക് നൽകുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം രോഗികൾക്ക് എങ്ങനെ ലഭിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് പറയുന്നത് ഡിസ്കസ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഇംപ്ലിമെന്റ് ക്വാളിറ്റി മെഷേഴ്സ് അല്ലെ? എന്താണ് അവിടുത്തെ ഓഹരി, നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ നടത്തുമ്പോൾ മാനേജ്മെന്റ് ഉണ്ടാവും അല്ലെ, ഓഹരി ഉടമകൾ ഉണ്ടാവും അല്ലേ? ആണോ? അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് ക്വാളിറ്റി മെഷേഴ്സ് അല്ലെ, ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക. ക്ലിയർ ആയോ? ഇന്ന് എടുത്ത ഭാഗം ഓക്കെയാണോ എല്ലാവർക്കും? ഇന്ന് മിസ് എടുത്ത ഭാഗം ഓക്കെയാണോ? സ്ട്രീം ലൈനിൽ വരുന്ന ആ ടൈം പീരീഡ് കേട്ടോ. ഓക്കെ, അപ്പൊ മിസ് ബാക്കി ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.